രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് തുടക്കമിട്ട് സംസാരിക്കുകയായിരുന്നു കേരളത്തിൽ നിന്നുള്ള സി സദാനന്ദൻ മാസ്റ്റർ എം പി. അദ്ദേഹം സുരക്ഷയും അടിസ്ഥാന സൗകര്യ വികസനവും സാമൂഹ്യനീതിയും ഉറപ്പാക്കി ഭാരതത്തിൻ്റെ യാത്രയുടെ ആത്മവിശ്വാസമായിരുന്നു രാഷ്ട്രപതിയുടെ പ്രസംഗം എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം തൻ്റെ നഷ്ടപ്പെട്ട കാലുകൾ, കൃത്രിമക്കാലുകൾ മേശപ്പുറത്ത് വച്ചായിരുന്നു അക്രമ രാഷ്ട്രീയത്തിനെതിരെ പ്രതികരിച്ച് സംസാരിച്ചത്. അതായത് CPM അക്രമത്തിൽ നഷ്ടപ്പെട്ട കാലിന് പകരം വെയ്പ്പുകാൽ മേശപ്പുറത്ത് വെച്ചായിരുന്നു പ്രസംഗം തടസ്സപ്പെടുത്താൻ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള ഇടത് MP-മാർ ശ്രമിച്ചു. പക്ഷേ നിയന്ത്രിച്ചവർ പ്രതികരിച്ചത്, നിങ്ങൾക്ക് മറുപടി പറയാൻ സമയമുണ്ടല്ലോ, പിന്നെന്തിനാണ് അദ്ദേഹം സംസാരിക്കുന്നത് തടസ്സപ്പെടുത്തുന്നത് എന്നാണ്. ജനാധിപത്യത്തെക്കുറിച്ച് നിങ്ങൾ പറയുകയും അസഹിഷ്ണുത കാണിക്കുകയും ചെയ്യുന്നത് എന്തിനാണ്? ശ്രീകാന്ത് ഒപ്പം ചേരുന്നുണ്ട്. ശ്രീകാന്ത്, വളരെ വൈകാരികവും എന്നാൽ പറയേണ്ടതൊക്കെയും പറഞ്ഞ് സി സദാനന്ദൻ മാസ്റ്റർ അല്ലേ? കൃഷ്ണരാജ, ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇത് ആദ്യമായിരിക്കും ഒരു MP അദ്ദേഹത്തിന്റെ കാലുകൾ, അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ചവർക്ക് നേരെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ഇതുപോലെയൊരു പ്രതിഷേധം നടത്തുന്നത്, അല്ലെങ്കിൽ ഇതുപോലെയൊരു വൈകാരികമായ പ്രകടനം നടത്തുന്നത്. രാജ്യസഭയുടെ ചരിത്രത്തിൽ, നമ്മുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിന്റെ ചരിത്രത്തിൽ ഇതുപോലെയൊരു വൈകാരിക സംഭവത്തിന് സാക്ഷ്യം വഹിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അദ്ദേഹം ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരെ അദ്ദേഹം തന്നെ സെൻട്രൽ പൊസിഷനിലേക്ക് പാർട്ടി തന്നെ അദ്ദേഹത്തെ നിയോഗിക്കുകയായിരുന്നു. അദ്ദേഹം അത് കൃത്യമായി തന്നെ വിളിച്ചു പറയുകയും ചെയ്തു. അതായത് തന്റെ 2 മരക്കാലുകളും CPIM വെട്ടിമാറ്റിയ, CPIM പ്രവർത്തകർ, CPIM നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം വെട്ടിമാറ്റിയ തന്റെ 2 കാലുകൾക്ക് പകരമായി താൻ 25 വർഷത്തിലധികമായി ഉപയോഗിക്കുന്ന തന്റെ 2 മരക്കാലുകൾ പാർലമെന്റിൽ അദ്ദേഹം സംസാരിക്കുന്ന ആ കസേരയുടെ അതിന്റെ തൊട്ടുമുന്നിലായുള്ള മേശപ്പുറത്ത് എടുത്തു വച്ച ശേഷമാണ് അദ്ദേഹം സംസാരിക്കാൻ ആരംഭിച്ചത്. ഇതിൽ പരം CPIM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരായ ഒരു പ്രതിഷേധം, അതിന്റെ അക്രമ രാഷ്ട്രീയം തുറന്നു കാട്ടുന്ന ഒരു നടപടി ഇതിനു മുൻപെങ്ങും തന്നെ കണ്ടിട്ടില്ല. ഇതിൽ പരം, അതായത് കേരളത്തിലെ 100 കണക്കിന് CPIM അക്രമത്തിന്റെ രക്തസാക്ഷികൾക്കും അതോടൊപ്പം ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആളുകളുണ്ട്. അവർക്കും ഇതിനപ്പുറം യാതൊരു തരത്തിലുള്ള പ്രതിഷേധവും രേഖപ്പെടുത്താനില്ല. അവർക്ക് വേണ്ടിയും കൂടിയാണ് സി സദാനന്ദൻ മാസ്റ്റർ ഇത്തരത്തിൽ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയത്. നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം പാർലമെന്റിൽ ഈ നന്ദി പ്രമേയത്തിന് അവതരിപ്പിച്ചു തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരെ, CPIM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ജീവിക്കുന്ന രക്തസാക്ഷി കൂടിയാണ് അദ്ദേഹം തന്റെ ആ മരക്കാലുകൾ എടുത്തുവെച്ച് അക്രമ രാഷ്ട്രീയത്തിനെതിരായി കൃത്യമായ സന്ദേശം അദ്ദേഹം നൽകിയിരിക്കുന്നു. ഈ സമയത്ത് ജോൺ ബ്രിട്ടാസ് എഴുന്നേറ്റ് നിന്നും ഈ പ്രസംഗം തടസ്സപ്പെടുത്താൻ ഒരു ശ്രമം നടത്തി. ഒന്ന് ആലോചിച്ചു നോക്കൂ കൃഷ്ണരാജ്, ഈ CPIM-ന്റെ അസഹിഷ്ണുതയുടെ ഏറ്റവും വലിയ ജീവിക്കുന്ന ഉദാഹരണമാണ് സി സദാനന്ദൻ മാസ്റ്റർ. തന്റെ കാലുകൾ 25 കൊല്ലത്തിന് മുൻപ് വെട്ടി മാറ്റിയ CPIM കാപാലികർക്കെതിരെ, അക്രമ രാഷ്ട്രീയത്തിനെതിരെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ഈ രാജ്യത്തെ സാക്ഷി നിർത്തി അദ്ദേഹം സംസാരിക്കുമ്പോൾ അത് തടയാനുള്ള ശ്രമമാണ് ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്, ജോൺ ബ്രിട്ടാസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. വലിയ പ്രതിഷേധം ഉയർത്തി അത് തടയാൻ CPIM പ്രതിനിധികൾ ശ്രമിച്ചു. വിശേഷിച്ച് ജോൺ ബ്രിട്ടാസ് ശ്രമിച്ചു. ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള ആളുകൾക്ക് ഇപ്പോഴും അത് സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു മനുഷ്യനെ കൊല്ലാതെ കൊല്ലുകയാണ്, 2 കാലുകളും വെട്ടിമാറ്റുകയാണ്, ഇനി എഴുന്നേറ്റ് നടക്കരുത് അദ്ദേഹം എന്ന് ഈ CPIM തീരുമാനിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ചെയ്ത തെറ്റ് RSS-ൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതിന്റെ പേരിൽ അദ്ദേഹത്തിനെ കൊല്ലാക്കൊല ചെയ്യാൻ ലക്ഷ്യമിട്ട് 2 കാലുകളും വെട്ടിമാറ്റി അദ്ദേഹത്തെ കിടത്താൻ ഉദ്ദേശിച്ച് തന്നെ ചെയ്തതാണ്. പക്ഷേ അതിൽ നിന്നും ഫിനിക്സ് പക്ഷിയെ പോലെ അദ്ദേഹം വളർന്നു, ഫിനിക്സ് പക്ഷിയെ പോലെ അദ്ദേഹം ഉയർന്നു വന്നു. ഇന്ന് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എത്തുന്നു. ആ ഘട്ടത്തിൽ തനിക്ക് നേരിട്ട ഈ തിരിച്ചടി, തനിക്ക് നേരിട്ട ഈ ക്രൂരമായ വിധി അദ്ദേഹം ഈ ലോകത്തോട്, ഈ രാജ്യത്തോട് വിളിച്ചു പറയുകയാണ്. എത്രയും മോശപ്പെട്ട, എത്രയും ഹീനമായ പ്രവൃത്തിയും ചെയ്യാൻ കഴിയുന്ന പ്രത്യയശാസ്ത്രമാണ് CPIM-ന്റേത്, ഇടതുപക്ഷത്തിന്റേത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടേത് എന്ന് അദ്ദേഹം തന്റെ ജീവിതം കൊണ്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. ആ സമയത്തും അവർക്ക് അദ്ദേഹത്തോടുള്ള അസഹിഷ്ണുത മാറുന്നില്ല.
കൊല്ലാൻ ശ്രമിച്ചിട്ടും നടക്കാതെ പോയതിന്റെ അസഹിഷ്ണുത ജോൺ ബ്രിട്ടാസിന്റെ CPIM-ന്റെ രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസിന്റെ വാക്കുകളിൽ, അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അതായത് അതിക്രൂരമായ വേട്ടയാടലിന് ശേഷവും പകയൊടുങ്ങിയിട്ടില്ല CPM-ന് സദാനന്ദൻ മാസ്റ്ററോട്. ഇന്ന് ജോൺ ബ്രിട്ടാസിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലായതും അതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം അതിശക്തമായി അക്രമ രാഷ്ട്രീയത്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നു. മാത്രമല്ല, സുരക്ഷ, അടിസ്ഥാന സൗകര്യം, വികസനം, അതോടൊപ്പം സാമൂഹ്യ നീതി ഉറപ്പാക്കി ഭാരതത്തിന്റെ യാത്രയുടെ ആത്മവിശ്വാസമായിരുന്നു രാഷ്ട്രപതിയുടെ പ്രസംഗം എന്ന് പിന്നീട് അദ്ദേഹം പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നുകൂടി ചേർത്ത് പറയേണ്ടത്, ഈ CPIM നേതാക്കൾ, CPIM പ്രവർത്തകർ ഒക്കെ തന്നെ കേരളത്തിൽ, ഈവൻ മുഖ്യമന്ത്രി പോലും കേരളത്തിൽ എതിർക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ ഗണഗീതം പോലും, പരമപവിത്രമിതാമി മണ്ണിൽ എന്ന ഗണഗീതം രാജ്യസഭയിൽ സദാനന്ദൻ മാസ്റ്റർ പരാമർശിക്കുകയും ചെയ്തു. ഇതിനിടയിൽ പ്രസംഗം തടസ്സപ്പെടുത്താൻ CPIM-ന്റെ പ്രതിനിധികളും ശ്രമിച്ചു. അതായത് സദാനന്ദൻ മാസ്റ്റർ എന്ന വ്യക്തിയെ, സദാനന്ദൻ മാസ്റ്ററുടെ പ്രത്യയശാസ്ത്രത്തെ, സദാനന്ദൻ മാസ്റ്ററെ 25 കൊല്ലം മുൻപ് എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് ഇന്നും ചെയ്യാൻ ശ്രമിക്കുന്നു ജോൺ ബ്രിട്ടാസിന്റെ നേതൃത്വത്തിലുള്ള CPIM എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അന്ന് കുറേയധികം ആളുകൾ CPIM-ന്റെ കണ്ണൂരിലെ പ്രവർത്തകരായിരുന്നെങ്കിൽ ഇന്ന് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ പോലും അവർ ആക്രോശിക്കുകയാണ് ജോൺ ബ്രിട്ടാസിന്റെ നേതൃത്വത്തിൽ സദാനന്ദൻ മാസ്റ്റർക്കെതിരെ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പ്രവൃത്തി, അദ്ദേഹം അവരെ തുറന്നു കാട്ടിയത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. CPIM അക്രമത്തിൽ നഷ്ടപ്പെട്ട കാലിന് പകരമുള്ള വെപ്പുകാൽ മേശപ്പുറത്ത് വെച്ചായിരുന്നു ഈ രാഷ്ട്രീയ അക്രമത്തിനെതിരെ സദാനന്ദൻ മാസ്റ്റർ ആഞ്ഞടിച്ചത്. നിശബ്ദമായ പ്രതിഷേധം, നിശബ്ദമായ പ്രതികരണം. എന്നാൽ ആ പ്രവൃത്തിക്ക് 100 വാക്കുകളെക്കാൾ ശക്തിയുണ്ടെന്ന് ഈ ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള CPIM-ന്റെ അംഗങ്ങൾ മനസ്സിലാക്കി തുടർന്നാണ് അവർ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത്. ഈ രാജ്യത്തെ വാഴ്ത്തിപ്പാടുന്ന, ഈ രാഷ്ട്രത്തെ വാഴ്ത്തിപ്പാടുന്ന പരമപവിത്രമിതാമി മണ്ണിൽ എന്ന ഗണഗീതത്തെ അടക്കം തടസ്സപ്പെടുത്താനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. ശ്രീകാന്ത്, ഗണഗീതം പാടുന്നു, ശബരിമല വിഷയം കൃത്യമായി അവതരിപ്പിച്ചു വയ്ക്കുന്നു, രാഷ്ട്രസ്നേഹം എന്തെന്ന് ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നു. ഇനിയും എന്തൊക്കെ? ശബരിമല വിഷയമടക്കം സദാനന്ദൻ മാസ്റ്ററുടെ ഭാഗത്തുനിന്നും ഇന്ന് പരാമർശിക്കപ്പെട്ടു. അതായത് ശബരിമലയിലെ കൊള്ള ഉൾപ്പെടെ സദാനന്ദൻ മാസ്റ്റർ CPIM-ന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ നടന്ന ഈ ദ്വാരപാലക ശില്പം അടിച്ചുമാറ്റി, അതിൽ സ്വർണം അടിച്ചുമാറ്റിയതടക്കം ഉള്ള കാര്യങ്ങൾ സദാനന്ദൻ മാസ്റ്ററുടെ പ്രസംഗത്തിൽ ഇടം നേടി. അതോടൊപ്പം നമ്മുടെ മാഘമഹോത്സവം നടക്കുന്നുണ്ട് തിരുനാവായയിൽ. അതിന് നേർക്ക് CPIM ഉൾപ്പെടെ എടുത്ത, അവിടുത്തെ സർക്കാർ എടുത്ത, ഭരണകൂടം എടുത്ത നിലപാട് അത് സദാനന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതായത് ഹിന്ദു വിരുദ്ധ നടപടികളെ സംബന്ധിച്ചും അവിടുത്തെ CPIM-ന്റെയും അതോടൊപ്പം കോൺഗ്രസിന്റെയും ഹിന്ദു വിരുദ്ധ നടപടികൾ, ഹിന്ദു വിരുദ്ധ നിലപാടുകൾ അടക്കം സദാനന്ദൻ മാസ്റ്റർ ഈ നന്ദി പ്രമേയ അവതരിപ്പിക്കവേ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പരമപവിത്രം പോലെയുള്ള ജനഗീതങ്ങൾക്കെതിരായ അവരുടെ അസഹിഷ്ണുത അദ്ദേഹം തുറന്നു കാട്ടുകയുണ്ടായി. ഒരു കാര്യം കൃത്യമായി പറയാം കൃഷ്ണരാജ്, ഇതുപോലെ ഒരു പ്രസംഗം ഇതിനു മുൻപ് ഒരു പക്ഷേ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവില്ല. 100 വാക്കുകളേക്കാൾ ശക്തമായ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയായിരുന്നു ആദ്യം കണ്ടത്. പിന്നീട് അങ്ങോട്ട് എണ്ണിയുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം CPIM-നെയും അതോടൊപ്പം കോൺഗ്രസിനെയും കടന്നാക്രമിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു വിരുദ്ധതയും രാഷ്ട്രവിരുദ്ധതയും അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം ഒരുപക്ഷെ കേരളത്തിൽ ഇന്നേ വരെ കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ജനപ്രതിനിധി നടത്തിയതിൽ വെച്ച് ഏറ്റവും തീക്ഷ്ണമായ പ്രസംഗം അതായിരുന്നു സദാനന്ദൻ മാസ്റ്ററുടെ കന്നി പ്രസംഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത കേന്ദ്ര സർക്കാരിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും തെറ്റിയില്ല. അദ്ദേഹം അതിശക്തമായി അക്രമ രാഷ്ട്രീയത്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നു. അതോടൊപ്പം രാഷ്ട്രവിരുദ്ധതയ്ക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നു, ഹിന്ദു വിരുദ്ധതയ്ക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ അഴിമതിക്കും കൊള്ളരുതായ്മയ്ക്കുമെതിരെ രാജ്യസഭയുടെ ആ ഒരു വേദിയെ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കൃത്യമായ പ്രസംഗം, കാച്ചിക്കുറുക്കിയുള്ള പ്രസംഗം, ഒരു കന്നി പ്രസംഗക്കാരന്റെ യാതൊരു സങ്കോചവുമില്ലാതെയുള്ള പ്രസംഗം, ഇതിൽ പരം ശക്തമായ പ്രസംഗം ഒരുപക്ഷെ ഈ അടുത്ത കാലത്തെങ്ങും തന്നെ രാജ്യസഭയോ നമ്മുടെ ഈ രാഷ്ട്രമോ കേട്ടിട്ടുണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശരി, രാജ്യസഭയിൽ തന്റെ കന്നി പ്രസംഗം അവിസ്മരണീയമാക്കുന്നു സദാനന്ദൻ മാസ്റ്റർ. വാക്കുകൾ കൊണ്ട്
കൃത്യമായി പറഞ്ഞു വയ്ക്കുകയാണ് പല പല വിഷയങ്ങൾ. അപ്പോഴും ഇരുകാലുകൾക്ക് മുറിവേൽപ്പിച്ച അതേ ആൾക്കാർ അദ്ദേഹത്തെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കൃത്യമായ മറുപടി പറഞ്ഞ് വിവിധ വിഷയങ്ങൾ പരാമർശിച്ച് ഗണഗീതം ആലപിച്ച് അദ്ദേഹം തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു. കൊള്ളേണ്ടിടത്ത് കൊണ്ടു എന്നുറപ്പാക്കുന്നതായിരുന്നു സദാനന്ദൻ മാസ്റ്ററുടെ കന്നി പ്രസംഗം.